എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. 2011-15 കാലയളവിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്നു സന്തോഷ് കുമാർ. പ്രോസിക്യൂട്ടറായിരുന്ന ഗീനാകുമാരിക്ക് പകരമാണ് സന്തോഷിന്റെ നിയമനം. നാളെ പ്രോസിക്യൂഷനു വേണ്ടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സന്തോഷ് കുമാർ ഹാജരാകും. എന്തായാലും ഒരു ക്രിമിനൽ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂട്ടർക്കെതിരെ സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുന്നത് നിയമചരിത്രത്തിൽ അപൂർവമായ നടപടിയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ നീക്കി അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഗീനാകുമാരി പോലീസ് റിപ്പോർട്ട് അട്ടിമറിച്ചെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് സർക്കാർ നീക്കം. 9ാം പ്രതി ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വേണ്ടെന്നായിരുന്നു ഗീനാകുമാരി വാദിച്ചത്. പോലീസ് റിപ്പോർട്ടിന് എതിരായിരുന്നു ഈ വാദം. ഗവൺമെന്റ് വരേണ്ട 1 മാസമല്ല പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ തീരുമാനിച്ചിരിക്കുക. കാരണം ED ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹൈക്കോടതിക്കുള്ളിലെ DG ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇതേ തുടർന്നാണ് ഗീനാകുമാരിയെ മാറ്റാൻ തീരുമാനമായത്. അമൃത ന്യൂസ്, കൊച്ചി.